ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ റോക്കീനെയും കൊണ്ട് വയനാട് വരെ പോവാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റോക്കിക്ക് കുറച്ച് ദിവസമായിട്ട് ചെവിക്കൊരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പം അത് മാറുന്നേ ഇല്ല. നമ്മൾ കുറേ മരുന്ന് കൊടുത്തു നോക്കിയിട്ടും. അപ്പം ഡോക്ടർ ഫൈനലി അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫെക്ഷൻ ആണോ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവനെയും കൊണ്ട് വയനാട്ടിലേക്ക് പോവാണ്. കാരണം കോഴിക്കോടൊന്നും ഇവിടെ ഇല്ല, ടെസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ടെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല ക്ലീനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ എന്ന് വിചാരിച്ച് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. വയനാട് പൂക്കോടുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അങ്ങനെ ആൾക്ക് കാറിൽ യാത്ര ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര കൂളായിട്ടായിരുന്നത്. പക്ഷേ ചുരം എത്തിയപ്പം ഭയങ്കര വളവും കയറ്റമൊക്കെ ആയപ്പോൾ ആൾക്കൊരു ബാലൻസ് കിട്ടാത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും ആൾ എന്താ പറയുക, വയനാട് ചുരം എത്തിയപ്പം ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കാഴ്ചകളൊക്കെ. പക്ഷെ മങ്കീനെയൊന്നും കാണാൻ കൂട്ടാക്കിയില്ല. കാരണം ഒരു ടെൻഷൻ ഉണ്ട് ആൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. കാരണം യൂഷ്വലി കാറിൽ നമ്മൾ ബോർഡിങ്ങിലാക്കാനാണ് കൊണ്ടുപോകാറ്. പക്ഷേ കുറേ ദൂരമായിട്ടും എവിടെ എത്താത്തതുകൊണ്ട് അവനൊരു സമാധാനം ഉണ്ടെങ്കിൽ കൂടി ഒരു ടെൻഷൻ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൻ പൊതുവേ ഭയങ്കര അഗ്രസീവാണ്, ആരെയും അടുപ്പിക്കാത്തൊരു ടൈപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഡോഗ്സിനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഡോക്ടേഴ്സിനെ സമ്മതിക്കുമോ എന്താണെന്നുള്ള ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അവനെ ഞങ്ങൾ മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കുപ്പിയൊക്കെ കളിക്കാൻ ഇട്ട് കൊടുത്തിട്ടോ. പക്ഷെ അവനതൊന്നും വേണ്ട. കാരണം ആൾക്ക് എന്തോ ഒരു ടെൻഷൻ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 8:30 ആയപ്പം അവിടെ വയനാട് എത്തി, ഹോസ്പിറ്റലിൽ എത്തി. അപ്പം അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. 9 മണിക്ക് അവിടെ തുറക്കുക. നമ്മൾ കുറച്ച് നേരത്തെ പോയി എത്തിയത്. ഇവിടെ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് മിയ ബേബിക്ക് എന്തോ ചെള്ളുപനീൻ്റെ എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ ചെള്ളുപനി ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്, അതും റോക്കീനെ കൊണ്ട്. ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴുള്ള എങ്ങനെയാണ് എന്താണെന്നുള്ളതാണ്. അതാണ് ഇനി അടുത്ത പേടി. എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ അവനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടത്തിച്ചൊന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ നോക്കി. അവിടെ ഇറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ വേറെ 2 നായ്ക്കളുണ്ടായിരുന്നു. അവിടെ തന്നെ നിൽക്കുന്നതാണെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ അത് കുറച്ച് ടെൻഷനായിരുന്നു. കാരണം ഐറ്റിങ്ങളെ കാണുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. പക്ഷെ അവർ ഭയങ്കര കൂളായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളത് തുറന്നപ്പോൾ വേഗം അവനുള്ള OP ടിക്കറ്റൊക്കെ എടുത്ത് അപ്പുറത്തെ സൈഡായിരുന്നു സർജറീൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. അങ്ങനെ ഇതാണ് അവസ്ഥ. ഡോക്ടേഴ്സൊക്കെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടെമ്പറേച്ചറൊന്നും നോക്കാൻ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ വെയിറ്റ് നോക്കിയിട്ടാണ് സെഡേഷനുള്ള മരുന്നൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അത് റെഡിയാക്കുന്നത് വരെ അവർ നമ്മളോട് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, കാറിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ അത് റെഡിയായി നമ്മൾ ഉള്ളോട്ട് പോയി. അവിടെ അവരൊരു കൂടുണ്ടായിരുന്നു, ചെറിയ കൂട്. ആ കൂട്ടിൽ കയറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ജാമാക്കിയിട്ടാണ് സൂചിയൊക്കെ വെക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് സർജറി കഴിഞ്ഞിട്ടുള്ള കാഴ്ച കേട്ടോ. അതായത് അവന് ബോധം വന്നതിന് ശേഷമുള്ളതാണ്. അവൻ ഉറങ്ങിയിരുന്നു ഇത് കഴിഞ്ഞ് വന്നപ്പം. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വിളിച്ചുണർത്തിക്കോളൂ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവൻ തലയൊക്കെ പൊന്തിച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ ബോഡി വീക്കായിരുന്നു. കാരണം അതെന്തായാലും സെഡേഷൻ്റെ ഉണ്ടാവും എഫക്റ്റ്, കുറച്ച് കഴിഞ്ഞാലേ മാറുള്ളൂ. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറ്റി ആളെ കിടക്കുകയായിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിയുന്നവരെ ടെൻഷനായിരുന്നു. എന്തായാലും നമ്മൾ കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പെറ്റിന് നമ്മൾ സെഡേഷനൊക്കെ ചെയ്തുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയായിരിക്കും എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വിട്ടു. കോഴിക്കോട് എത്തുന്ന വരെ ആൾ റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു. എൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുകയായിരുന്നു. കാരണം ആൾക്ക് എണീക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബോഡി വീക്കായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഒന്ന് റെഡി ആയത്. നമ്മൾ സ്ഥലത്തൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം ഇവരൊക്കെ പുറത്തിറങ്ങിയ കണ്ടപ്പം, അമ്മായി ഗോപുവൊക്കെ പുറത്തിറങ്ങിയ കണ്ടപ്പോൾ അവനും പുറത്തിറങ്ങണം എന്നൊരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ശരി ഇറക്കി നോക്കാം നടക്കാൻ പറ്റുന്നുണ്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു, ആൾക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു.
പിന്നെ വീട്ടിലെത്തിയപ്പം ഞാൻ അവനെയും കൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അവനും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ എണീറ്റതുകൊണ്ട് എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി കിടന്നുറങ്ങി കുറച്ച് നേരം. പിന്നെ വൈകുന്നേരം ആയപ്പം ഞാൻ അവനെ കൂട്ടിലാക്കി. ആൾ ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് നേരെ ബേബീൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അവനെ കളിക്കാനൊന്നും വിട്ടില്ല, കൂടുതൽ ക്ഷീണമാവണ്ട വിചാരിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പുറത്ത്. ചേച്ചി എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് ഷെഫ് പിള്ളെ. അവിടെ നല്ല ഫുഡാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ഷെഫ് പിള്ളയിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. അതായത് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. എനിക്കിഷ്ടമായി. പിന്നെ ഫുഡും നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ, അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. രാവിലെ ഫുൾ ടെൻഷനായിരുന്നെങ്കിൽ രാത്രി നമ്മൾ ഫാമിലിയൊക്കെ ആയി പോയിട്ടൊന്ന് റിലാക്സ്ഡായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. റോക്കിക്കും ഓക്കെ ആയിട്ടുണ്ട്. റോക്കിക്ക് ഇപ്പം നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അവൻ്റെ റിപ്പോർട്ട് വരണം. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലാണ് ബാക്കി ഏതാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതെന്നുള്ള മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.